ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇന്നത്തെ മുട്ടക്കോഴി സ്പെഷ്യൽ ബ്രോസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു മുട്ടക്കോഴിയാണ് നമ്മളിന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് കട്ട് ചെയ്ത് ആവശ്യാനുസരണം മുറിച്ചെടുക്കണം. ആദ്യം ഇതിലെ ഈ മുട്ടകളൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളാക്കി നമ്മൾ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മസാലകളൊക്കെ തേച്ച് വെക്കാം. എന്നിട്ടാണ് നമ്മളിത് ബ്രോസ്റ്റ് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. ചിക്കന് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ ഒരു ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഇത് ഞാനൊരു കുക്കറിലിട്ട് ഒരു 4 വിസിൽ അടിച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് ഇതിലേക്ക് അല്പം മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അല്പം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കന് കുക്കറിലിട്ട് വിസിൽ വരുത്തി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലൊന്ന് മുക്കി വെക്കാം.
നമുക്ക് ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് 2 കപ്പ് മൈദ എടുക്കുക. മൈദ ഇട്ട് കൊടുക്കുക. ഒരു 4 സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്കൊന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ബാറ്റർ രൂപത്തിൽ തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ബാറ്റർ നന്നായിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. കട്ട പിടിക്കാനൊന്നും പാടില്ല. നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് നല്ലൊരു ബാറ്റർ രൂപത്തിലാവണം. ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു മിക്സ് കൂടി തയ്യാറാക്കിയെടുക്കണം. 2 കപ്പ് മൈദപ്പൊടി എടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരിത്തിരി അല്പം ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കന് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കണം. ചിക്കൻ നന്നായിട്ട് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 4 പീസ് ഇതുപോലെ ഒന്നിച്ച് ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡ് വേവുന്നതിനനുസരിച്ച് തിരിച്ച് മറിച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നാലത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ.
നമുക്ക് ഓരോ പീസുകളായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം.